ഗോവർദ്ധന ഇയാള് ഗോവർദ്ധന ഈ വർക്കി വിത്ത് കാളയെ തീറ്റി കൂട്ടുന്നത് കന്നുപൂട്ടാനല്ല, പിന്നെ എന്റെ ചോറിനാ നീ കല്ല് വാരിയിട്ടത്. അത് ഞാൻ പൊറുക്കാം, പക്ഷേ എന്റെ വിത്ത് കാള നിന്നെ വെറുതെ വിടൂല. തങ്കമണി വർക്കിച്ചേട്ടൻ വിട്ടെ. എന്റെ പശുക്കളുടെ കാര്യത്തിൽ എന്താ വേണ്ടെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. തങ്കമണി എടോ വർക്കി, താൻ ഇതിനെ കൊണ്ട് പോകാൻ നോക്ക്, അതാണ് നല്ലത്. വേഗം വാ. തങ്കമണി വിത്ത് വർക്കി, വിത്തുകളെ വിറ്റുകളാ, ഒരുപാട് ഓടിയതല്ലേ. ഡോക്ടറെ, പഞ്ചായത്തിന് കിട്ടി കോഴിയാ, മുട്ടയിടണില്ല. എടോ, പ്രായപൂർത്തിയാകാത്ത കോഴിയെ കൊണ്ട് മുട്ടയിടിക്കാനൊന്നും പറ്റില്ല, മനസ്സിലായോ? വൃത്തിയോട്ടവനെ പോടോ. എന്റെ മടയില് കോളേജിൽ വെച്ച് പണിയെന്നവന്മാരെ നമ്മളെ പിടിക്കാൻ പറ്റും, ഒരു രക്ഷയില്ല. അവന്മാർ ഇങ്ങോട്ടാണോ വരുന്നത്? എന്റെ പിന്നാലെ ഉണ്ടെന്നേ. ഈശ്വര, അവന്മാർ ഇവിടെ വന്ന് കൊളയെ സംഭവിച്ചെല്ലാം തങ്കമണിയോട് പറഞ്ഞാൽ ആ വരുന്നവനെ എന്നെ ആടായിട്ട് അണിയിച്ചൊരുക്കിയത്. സുലൈമാൻ വിട്ടോ, അവന്മാർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. ഞങ്ങള് ഡോക്ടറെ അന്വേഷിച്ചാ വന്നത്. എന്നോട് ക്ഷമിക്കണം, ഞാനൊരു പ്രണയാതുരനായ ഡോക്ടറാണ്. സംഭവിച്ചെല്ലാം നല്ലതിന്, സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്. ഇനി വല്ലതും സംഭവിക്കാനിരിക്കുന്നെങ്കിൽ അതും വളരെ നല്ലത്. ഡോക്ടർ എന്തിനാ ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നത്? ഞങ്ങളുടെ ഭാഗത്ത് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ വന്നത് ആ കിഷോറിനെ കാണാനാ. ആരും ഞങ്ങൾക്ക് കിഷോറിന്റെ വീട് കാണിച്ചിരുന്നില്ല ഡോക്ടർ. ഞാൻ കാണിച്ചു തരാം. എങ്കിലിപ്പോ തന്നെ പോകാം, പക്ഷേ പാർത്ഥമ്പിള്ളയെ നമ്മൾ പേടിക്കണം. പക്ഷെ ഇപ്പൊ എനിക്ക് പേടിയില്ല, അടികൊള്ളാൻ നിങ്ങളെല്ലാം ഉണ്ടല്ലോ. കമൺ, വരൂ. ശരി. ഇവൻ എന്നെ ചവിട്ടിക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. എന്താ അയാൾ പറയുന്നത്? ഗോ ഗോ എന്ന് വെച്ചാൽ പിന്നമ്പറത്തൂടെ ഓടാൻ. കമൺ, ഓടിക്കോ. ഇവിടെ വന്ന് 4 കിട്ടിയപ്പോ പയ്യന്മാരങ്ങ് മിടുക്കന്മാരായി. ഒറ്റ ദിവസം കൊണ്ട് അവന്മാർക്ക് നല്ല പേരായി. ടിവിയില് മുഴുവൻ അവന്മാരായിരുന്നല്ലോ. വന്നപ്പോ തന്നെ അടിച്ചോടിച്ചത് എന്തായാലും നന്നായി. തനിക്ക് ഈ പെട്ടിയൊന്ന് വീട്ടിൽ വെച്ചിട്ട് വന്നോളൂ. ഞാൻ ജില്ലാ പഞ്ചായത്തിൽ പോയിട്ട് വരിക. നമ്മുടെ നാടിന്റെ വികസന പദ്ധതികളാണ് ഇതിനകത്ത്. വാർഡിലൊരു വികസനവും നടന്നില്ലെങ്കിലും ഇവൻ പദ്ധതി എന്ന് പറയാൻ പഠിച്ച്. കൊക്കാല സുലൈമാൻ എന്താ തിരിഞ്ഞിരിക്കുന്നത്? സുലൈമാൻ കഴിക്കണ്ട, ഇത് ഞാൻ കഴിക്കാം. ഇപ്പൊ ഞാൻ സുലൈമാനല്ല, സുരേന്ദ്രനാ. ഞാൻ ഹിമാറാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നീ വലിയ നിയമം പറയുന്നവനല്ലേ? വീടില്ലാത്ത എന്നെ പോലുള്ളവർക്ക് വീട് വെക്കാനുള്ള കാശ് പഞ്ചായത്തിൽ കൊടുക്കുന്നില്ലേ? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വീട് വെക്കാനുള്ള കാശ് കൊടുക്കുന്നുള്ളൂ. കൊറേ കാലം ഇവൻ ദാരിദ്ര്യം പിടിച്ച രേഖയെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട്. രേഖാമൂലം നിന്റെ പേരിൽ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഭൂമി വെച്ചിട്ടൊരു വീട് വെക്കുവലായതാ. ഭൂമിക്കൊക്കെ ഇപ്പൊ എന്താ വില? ഭൂമിക്കൊക്കെ ഭയങ്കര വില കുറവ്. എന്തിനാണ് അടിച്ചത്? വില കുറവുള്ളത് കൊണ്ട്. ഇവന്റെ പേരിലുള്ളത് എന്റെ മോന്റെ മണ്ണ. വില്ലുവേലായുധം വിശ്വസ്തനായ ബിനാമി മാത്രം, അറിയോ? ഇനി ആരെങ്കിലും ആ ഭൂമി മുറിച്ചു വെക്കാൻ വില്ലിന് ഉപദേശിച്ചാൽ കൊന്നുകളയും. ഞാനല്ല, എന്റെ മോൻ. എല്ലാവരും വിട്ടോ, പോയിക്കോ പോയിക്കോ പോയിക്കോ. അതെ, പാമ്പ് പിള്ള പോണത് കോർക്കായോ? കുടിച്ചു കുടിച്ച് വില്ല് പോലെ ആയി. എന്നെ വില്ലുപോലെ ആക്കിയത് അവളാ. ഞാൻ ഒരുപാട് സ്നേഹിച്ച്. അവൾ പോയി. പോട്ടെ പോട്ട് പുല്ലി. അയ്യോ പാവം. വിണ്ണളക്കാം കടലളക്കാം, പെണ്ണിനെ ആർക്കാനളക്കാനാവൂ. വിണ്ണളക്കാം കടലളക്കാം. മരം കൊത്തുമണി കള്ളം മെമ്പറേ, അവൻ അടിക്കട്ടെ. കറണ്ട് പോയ മെമ്പർമാർക്ക് മാത്രമല്ല മന്ത്രിമാർക്ക് വരെ കഴിക്കാം. വോട്ടർമാർ അറിയുന്നില്ലല്ലോ. പാർത്ഥം പിള്ള വീണു. ഈ അനിയനും ചേട്ടനും മിക്കവാറും ഞാൻ ഒരു ദിവസം വെടിവെച്ച് കൊല്ലും.
അല്ലെങ്കിൽ വേണ്ട, നേരെ ചെന്ന് കാല് പിടിക്കാം. ചേട്ടാ ഒന്നിങ്ങ് വന്നേ. വാ, 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 വാ. കുടുംബത്തോടെ വരണ്ട, ചേട്ടൻ മാത്രം വന്നാ മതി. വേണ്ട വേണ്ട, എനിക്കൊരല്പ തിരക്കുണ്ട്. തൽക്കാലം ഞാൻ പറയുന്നത് ചേട്ടൻ അങ്ങോട്ട് കേട്ടാ മതി. അതെ, ഞാനൊരു അവിവാഹിതനാണ്. ഞാൻ ഇതുവഴി വരുന്നത് തങ്കമണിയെ കാണാൻ തന്നെയാണ്. ഞാൻ തങ്കമണിയെയും തങ്കമണി എന്നെയും ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ട്. ഞാൻ അവളെ കെട്ടും. അതിന് ചേട്ടൻ ആ സാധനത്തെ വീട്ടിൽ കെട്ടിയിടണം. മനസ്സിലായല്ലോ? ലോകത്ത് ഒരു പ്രണയകഥയിലും കാണില്ല കാമുകന്മാർക്കിടയിൽ കാള വില്ലനാകുന്നത്. ഞാൻ പോവാ തന്നെയാണ്. മര്യാദയ്ക്ക് പറഞ്ഞ തനിക്കൊന്നും മനസ്സിലായില്ലേ? രണ്ടിന്റെ പേരിൽ വധശ്രമത്തിന് കേസ് കൊടുക്കും ഞാൻ. വകുപ്പാണെന്നറിയോ? കാള കുത്തിക്കൊന്ന കേസില്ല. ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞ ഉടനെ വർക്ക് പോയെന്നിട്ട് ഓ കള്ളൻ. പശുക്കളൊക്കെ എന്തു പറയുന്നു തങ്കമണി? അതിന് പശുക്കൾ സംസാരിക്കാറില്ലല്ലോ. എന്നാര് പറഞ്ഞു തങ്കുണി? ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ അത് ശരിയാ. കന്നുകാലികളുടെ ഭാഷ കന്നുകാലികൾക്കല്ലേ അറിയൂ. എനിക്കിട്ട് പണി തന്നാണല്ലേ. തങ്കുണി എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. വധഭീഷണി പോലും പേടിക്കാതെയാണ് ഞാൻ ഇവിടെ നിന്നെ കാണാൻ വരുന്നത്. എന്റെ ഉള്ളിൽ ആഗ്രഹം പെട്ടെന്ന് ചോദിച്ചറിഞ്ഞ് എനിക്കൊരു മറുപടി തന്നില്ല എങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ടൊരു കാമുകനെ കാള കുത്തിക്കൊന്ന് എന്ന് നിനക്ക് കേൾക്കേണ്ടി വരും. തങ്കോണി, തങ്കോ. വെരി ഗുഡ്. ഇവൾക്കൊരു അടിയുടെ കുറവുണ്ടായിരുന്നു. ചേച്ചിയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞതാ. പെരുങ്ങോട്ടുകരയിലെത്തിയ ഇവർ ആസിയാൻ കരാറിന്റെ ആശാന്മാരാണെന്ന് ഗ്രാമവാസികൾ ഉത്കണ്ഠപ്പെടുന്നു. ചേട്ടാ എത്ര പേരുണ്ട്? 3-4 പേരുണ്ട്. എത്ര സമയം എടുക്കും? 1-2 മണിക്കൂർ എടുക്കും. 2 മണിക്കൂർ എടുക്കല്ലേ? ഇപ്പൊ വരാട്ടോ. ഇതെങ്ങനെയാ പറ്റിയത്? പറ്റിയതല്ല പപ്പ, പാർത്തമ്പിള്ളയെ പറ്റിച്ചതാ. സംശയമില്ല, ആ പിള്ളേര് തന്നെയാ. അവന്മാരെവിടുന്ന് പറഞ്ഞയക്കാനുള്ള പദ്ധതികളൊക്കെ എന്റെ മനസ്സിലുണ്ട്. പക്ഷേ അവർക്ക് പിന്നിലിപ്പോ മാധ്യമങ്ങളും മന്ത്രിമാരുണ്ട്. അതുകൊണ്ട് ഇത്തിരി സൂക്ഷിക്കണം. നിങ്ങൾ ആരും അവന്മാരുമായി ചങ്ങാത്തമോ അവർക്കൊരു സഹായമോ ചെയ്യാൻ പാടില്ല. അതൊരിക്കലും ഉണ്ടാവില്ല. പക്ഷെ അവർ സുഭദ്രാമയുടെ മണ്ണിൽ കൃഷി ഇറക്കാനുള്ള ആലോചനയില്ല. അതാണ് അവരുടെ ഹിഡൻ അജണ്ട. പെരുങ്ങോട്ടുകരയിൽ വന്ന് ഒരു വരുത്തിനും വിത്തെറിയില്ല. വിത്തെറിഞ്ഞാൽ അത് ഈ മണ്ണിൽ വേരോടാൻ ഈ പാർത്തമ്പിള്ള ജീവിച്ചിരിക്കാൻ അനുവദിക്കില്ല. വേലായതാ, നീ വന്ന് വണ്ടി കയറ്. വേലായുധേട്ടൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. തീർച്ചയായും ഞാനിത് കുടിച്ചു തീർക്കണം, അത്രയല്ലേ ഉള്ളൂ. മദ്യത്തിനും വേലായുധത്തിനും ഇടയിൽ ശത്രുതയില്ല മക്കളെ. ഈ പകലെന്തിനാ വിളക്ക് കത്തിക്കുന്നേ? ഇനിയും മദ്യപിച്ചാൽ ചത്തുപോകും വേലായുധ എന്ന് ഡോക്ടർ പറഞ്ഞു. തീരെ ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിളക്ക് വെച്ചതിന് ശേഷം 2 അടിച്ചോളാൻ പറഞ്ഞു. കൂമ്പില്ലേ? പിന്നെ ഞങ്ങൾ വന്നത് ബൈക്കിലായിരിക്കുമല്ലേ? ഏയ് അതല്ല. ഇതല്ലാതെ വേറെ ഉണ്ടോ? കൊണ്ടുപോവാ. ഭയങ്കര. അത് തീർന്നു ചേട്ടാ. വേറെ ഇല്ല. എന്താ ആളെ പറഞ്ഞു പറ്റിക്ക? ദേ നോക്ക്, നിങ്ങളെ ഞാൻ നേരത്തെ നോട്ട് ചെയ്തതാ. എന്താ നിങ്ങളുടെ പരിപാടി? ചേട്ടാ ഞങ്ങൾ പിന്നെ വരാം. നിങ്ങൾ പിന്നെ വരണമെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് പോയിട്ട് വേണ്ടേ? ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അടിച്ചിട്ട് പോരാം. എന്നെ അടിച്ച ഒറ്റയ്ക്ക് ഞാനെങ്കിലും തീർന്നു പോവും. പിന്നെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ അഴിയണം. ധൈര്യം അടിക്കടാ. ചേട്ടാ രക്ഷപ്പെട്ടു. ദൈവമേ, തെങ്ങി കയറും പോലെ ഓരോ ദിവസവും എന്റെ ജീവിതത്തിൽ കയറ്റം ഉണ്ടാവണമേ. ഇന്ന് മെമ്പറായിട്ട്
നാളെ MLA ആയിട്ട് മറ്റന്നാ മന്ത്രിയായിട്ട് അങ്ങനെ കേറി കേറി എന്നെ ഒരു നിലയിൽ എത്തിക്കണേ. ഇല്ലെങ്കിൽ എന്റെ മിനി തെങ്ങ കയറാൻ തുടങ്ങും. മണിയേട്ടാ എന്തോ അവിടെ അല്ല ഇവിടെ പെണ്ണുങ്ങൾക്ക് തെങ്ങി കയറാൻ പരിശീലനം കൊടുക്കുന്നുണ്ട്. ഞാനും പോവും. പൊയ്ക്കോ. പക്ഷെ എന്റെ മെക്കിട്ട് കയറുന്ന പോലെ അത്ര നിസ്സാരമല്ല തെങ്ങേറ്റം. മാത്രമല്ല നീ മുണ്ടും മടക്കി കുത്തി തെങ്ങിന്റെ മുകളിൽ കയറാൻ തുടങ്ങിയാല് ഈ നാട്ടില് പണിയില്ലാത്ത ചെറുപ്പക്കാർക്കെല്ലാം തെങ്ങിന്റെ ചോട്ടിൽ പണിയാകും മോളെ. 100-200 രൂപയ്ക്ക് ജോലി ചെയ്തിരുന്ന ആളാ ഇപ്പൊ മാസത്തിൽ 1-2 സിറ്റിംഗ്. അതുകൊണ്ട് എങ്ങനെ ജീവിക്കാനാ? നീ ഒരു വാർഡ് മെമ്പറോട് സംസാരിക്കുന്നത് ഓർമ്മ വേണം. ഓ പിന്നെ ഈ വാർഡിന്റെ സമഗ്ര വികസനമാണ് എന്റെ ലക്ഷ്യം. മണിച്ചേട്ടാ സത്യമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ പോയാലേ ഞാൻ എന്റെ വീട്ടിൽ പോവും. പോടി, ഇപ്പൊ തന്നെ പോടി ധൈര്യം ഉണ്ടെങ്കിൽ. എന്നിട്ട് വീട്ടിൽ പോയി അച്ഛനോട് കുറച്ച് കാശ് വാങ്ങിച്ചുണ്ടാ. കാശിന് ഭയങ്കര ടൈറ്റാ. MLA ആവുമ്പോ തിരിച്ചു തരാന്ന് പറ. പിന്നെ ഒരു കാര്യം, ഈ വരുന്നവരുടെ മുമ്പിൽ വെച്ചേ മിനി ചായ, മിനി ജ്യൂസ് എന്നൊന്നും വിളിച്ചു കൂവണ്ട. ഇവിടെ ഒന്നും ഇരിപ്പില്ല, എല്ലാം തീർന്നു. തീരുമ്പോ വാങ്ങി വെച്ചൂടെ? പിന്നെ തീരുമ്പോ വാങ്ങി വെക്കാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതോ? ഇപ്പോഴെങ്കിലും ആരാ നോക്കട്ടെ.